ഒരു ചെറിയ പെറ്റി കേസിൻ്റെ പേരിലായാൽ പോലും കോടതിയിൽ പോകേണ്ടി വരികയും ആ ന്യായാധിപൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയുകയും ചെയ്യുക എന്നത് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ്. അത് മാത്രമല്ല, കോടതി വ്യവഹാരങ്ങൾ എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അയർലൻഡിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ജൂറി സർവീസ് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും ഒരു ലെറ്റർ വരിക. ആ ലെറ്റർ കണ്ട് സാധാരണ രീതിയിൽ എല്ലാവരും പേടിക്കുകയാണ് ചെയ്യുക. എന്താണ് ലെറ്റർ? അപ്പോൾ കോടതിയിൽ പോകാനുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു പലർക്കും ഈ ജൂറി സർവീസിൽ എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ കോടതിയിൽ പോകാനായിട്ടുള്ളൊരു പേടി. ലിഫി FM യൂണിറ്റ് ഇപ്പോൾ ഉള്ളത് ലിമറിക്കിലാണ്. ലിമറിക്കിൽ മേരി യാക്കോബിൻ്റെ ഭവനത്തിൽ. മേരി യാക്കോബ് ഈ ഇടയ്ക്കാണ് ദ സർക്യൂട്ട് കോർട്ടിൽ ജൂറി സർവീസിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഡബ്ലിനിൽ നിന്നും ബിനു ഡാനിയൽ ഇതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മേരി യാക്കോബാണ്. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം ബിനു. നമസ്കാരം ബിനു. ബിനു ലൂക്കൻ ഡബ്ലിൻ സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ബിനു നമ്മോടൊപ്പം ചേരുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രോസസ്സിലേക്ക് വരുന്നത്? ജൂറി സർവീസിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ലെറ്റർ കിട്ടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ലെറ്റർ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിനെപ്പറ്റി ആരും പറഞ്ഞ അറിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോണ്ടേ ഞാൻ ആകെ പേടിച്ചു പോയി. ഇതെന്താ ഈ ലെറ്റർ എനിക്ക് വന്നേന്നുള്ളത്. ഒരു പേജുള്ള ലെറ്റർ ആണോ? 2 പേജ് ഉണ്ടായിരുന്നു. 4 പേപ്പർ ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ സൈനിട്ട് കൊടുക്കണം. തിരിച്ച് സൈനിട്ട് നമ്മൾ ഡേറ്റ് ഏപ്രിൽ 12-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് സൈനിട്ട് കൊടുക്കണമായിരുന്നു. അക്സെപ്റ്റ് ചെയ്തു. അതോ നിങ്ങളുടെ കോർട്ടിൽ നിന്നുള്ള വിളി അക്സെപ്റ്റ് ചെയ്യുന്ന ഏതാണ്? കോർട്ടിൽ നിന്നുള്ള വിളി അക്സെപ്റ്റ് ചെയ്തു. പോവാൻ വില്ലിങ് ആണോ അല്ലോ അത് സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ 2 പേപ്പർ തിരിച്ച് സെൻഡ് ചെയ്യണമായിരുന്നു. അത് വിട്ട് പിന്നെ നമുക്ക് ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വെക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണം പ്രൂഫ്. ആ പ്രൂഫ് കാണിച്ചു കൊടുക്കും. ഏപ്രിൽ 12-ാം തീയതി പോയി അവിടെ ചെന്നപ്പം പേപ്പർ കാണിച്ചു കൊടുത്ത് അവരെന്നാലും നമ്മൾ അകത്ത് കയറ്റുള്ളൂ. അകത്ത് കയറ്റി ആദ്യം അറ്റൻഡൻസ് നമുക്ക് ലെറ്റർ കിട്ടുമ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ജൂറി നമ്പർ ഉണ്ട്. ജൂറി നമ്പർ പ്രകാരം അവൾ അറ്റൻഡൻസ് വിളിക്കുന്നു. അപ്പോൾ ഓരോരുത്തർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അറ്റൻഡൻസ് പറഞ്ഞു കഴിഞ്ഞ് ലെറ്റർ കിട്ടി ഒത്തിരി പേരുണ്ടായിരുന്നു. 35-40 പീപ്പിൾ ഉണ്ടായിരുന്നു. മലയാളി ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ഐറിഷ് പീപ്പിൾ ആയിരുന്നു. ഈ ലെറ്റർ ആദ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? എങ്ങനെ പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി? ഞാൻ പോകണ്ടെന്നാണ് ആദ്യം തീരുമാനിച്ചത്. എനിക്ക് പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, ഞാൻ ഒരു പൊതുവെ പോലീസ് കേസായിട്ട് പ്രശ്നമാകുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അല്ല, അത് തന്നെയല്ലേ എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ജൂറി സർവീസ്. പക്ഷെ പലരും അത് വേണ്ട എന്ന് വിചാരിച്ച് കളയാറുണ്ട്. അതെ, എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്റെ മുന്നിലുള്ളവർ പറഞ്ഞു വർഷങ്ങളെ മുന്നേ ലെറ്റർ കിട്ടി ആരും പോയിട്ടില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. എന്താന്നുള്ള ആർക്കും ഒരു ക്ലൂ ഇല്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചത് എന്തായിരിക്കും, പോയ എന്താ അവസ്ഥ, എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട് ആരും പോയിട്ടില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഒത്തിരി എൻകറേജ്മെന്റ് വളരെ പേരിൽ നിന്ന് കിട്ടി. ലെറ്റർ കിട്ടിയപ്പോഴാണ് അങ്ങനെ ലെറ്റർ കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലാൻഡ് ലോഡിനോട് ആദ്യം കാണിച്ചു കൊടുത്തു. അപ്പൊ ലാൻഡ് ലോഡ് പറഞ്ഞു ഇത് നിനക്ക് പോവാൻ പറ്റിയെങ്കിൽ മേരി കിട്ടി, നിനക്ക് ലക്കാണ്. കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല, നിന്റെ പേര് വന്നത് ലക്കാണ്. പോകുന്നെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നീ ഇത് റീസൺ കാണിച്ച് നിന്റെ എംപ്ലോയറോട് റീസൺ കാണിച്ച് ലെറ്റർ സെൻഡ് ചെയ്താൽ മതി, പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇത് എങ്ങനെയായിരിക്കും എന്ന് അപ്പം എന്നോട് പറഞ്ഞു, ലാൻഡ് ലോഡ് പറഞ്ഞു ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിന്നോട് പറയാം, ഞാൻ ആരോടെയും അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തിരിച്ചു പോയി. അതിപ്പോൾ ഞാൻ നമ്മുടെ ഇന്ത്യൻസ് മലയാളീസിനോട് ചോദിച്ചു, ഹസ്ബൻഡും ചോദിച്ചു ഇങ്ങനെ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇതെന്താ കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല, ആരെങ്കിലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു 1-2 മാസം മുന്നേ ബിനു എന്ന് പറഞ്ഞാൽ ഡബ്ലിനിൽ പോയിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കാം. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് ഇങ്ങനെ നമുക്കത് ഓരോരുത്തരെ
വോട്ട് ചെയ്യുന്നവരെ പിക്ക് ചെയ്യുന്ന റാൻഡം പിക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ വന്നതാണ് പേരെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു, ഞാൻ എങ്ങനെ പോകും എനിക്കറിയില്ല, എങ്ങനെ ഞാൻ അവിടെ ചെന്ന് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. നമുക്ക് ഇതിനെപ്പറ്റി ലീഗൽ വശങ്ങളെ പറ്റി നമുക്കറിയില്ല. ഇത് മലയാളികൾക്ക് നേരത്തെ തുടങ്ങി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ജൂറി സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു കാരണം ഇത് കോടതി അലക്ഷ്യമാകുമോ, അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു പേടിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഞാൻ അറിയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പോയപ്പം ഈ കുറ്റവാളിയായിരുന്ന കൺവിക്റ്റ് ആ കുറ്റവാളി ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞത്. കേസ് കഴിഞ്ഞ് കോർട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഫോളോ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ മലയാളികൾക്ക് തന്നെ പലർക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. ജൂറി സർവീസ് വന്നവർ ആദ്യത്തെ ദിവസം കോടതിയിൽ പോവുകയും ചെയ്തു. പക്ഷെ കോടതിയിൽ ചെന്നതിന് ശേഷം അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാമോ? അങ്ങനെ പറ്റില്ല. ഇല്ല, നമ്മള് വൺസ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് ലെറ്റർ കിട്ടി കഴിയുമ്പോൾ ആ ലെറ്ററിനകത്ത് എന്തൊക്കെയാണ്? ലെറ്ററിലുണ്ട് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റോ ഇല്ല എന്നുള്ളത്. പറ്റിയില്ലെങ്കിൽ റീസൺ നമുക്ക് കാണിക്കണം. എംപ്ലോയറെ കൊണ്ട് അത് ഫില്ല് ചെയ്യിപ്പിച്ച് ഇന്ന റീസൺ, ഇപ്പം ഡ്യൂട്ടിക്ക് പോകണം, ഓഫ് തരാൻ പറ്റില്ല എന്നുള്ള എന്തെങ്കിലും ഇത്. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉണ്ടോ ശരിക്കും? അതായത് എംപ്ലോയർ ഇദ്ദേഹത്തെ ജൂറി സർവീസിന് പോകാൻ ലെറ്റർ കിട്ടിയിരിക്കുന്ന വ്യക്തിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർ ആ വ്യക്തിയെ വിടണമെന്നാണ് അല്ലേ? അതല്ലേ ശരിക്കുള്ള നിയമം? അല്ലെങ്കിൽ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എംപ്ലോയർ എഴുതി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. എംപ്ലോയർ എഴുതിയാൽ മതി, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഇന്ന കാരണം റീസൺ കാണിക്കണം. റീസൺ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട. അപ്പം ഞാനിങ്ങനെ ഇത് കാണിച്ചു. അപ്പം എന്നോട് ലാൻഡ് ലോഡും പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നീ എംപ്ലോയറെ കൊണ്ട് സൈൻ ഇടിച്ച് സെൻഡ് ചെയ്താൽ മതി, നിനക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പലരോടും നമ്മുടെ ഇന്ത്യൻസിനോട് തന്നെ ആവശ്യപ്പോൾ കുറച്ച് പേര് എൻകറേജ് ചെയ്തു. ഇപ്പം എല്ലാവർക്കും കിട്ടാത്തൊരു ചാൻസ് ആണ്, നിനക്ക് അത് കിട്ടിയത് ഒരു നല്ല സമയത്താണ് കിട്ടിയത്, അതുകൊണ്ട് അറ്റൻഡ് ചെയ്തിരിക്കുക. അപ്പം ഞാനും വിചാരിച്ചു, എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു കുഴപ്പമില്ല അറ്റൻഡ് ചെയ്യാം, എന്താ നമുക്കറിയാലോ സംഭവം എന്താന്നുള്ളത്. ആരും പോയിട്ടുമില്ല, അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് പറയാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ പോകാൻ തന്നെ പേപ്പർ സൈൻ ഇട്ട് കൊടുത്തു എനിക്ക് അക്സെപ്റ്റ് ചെയ്തു, തിരിച്ചയച്ചു. ഞാൻ ഫോം ഫില്ല് ചെയ്ത് വിട്ടു. 12-ാം തീയതി അറ്റൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെന്ന്. എത്ര മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം? റിപ്പോർട്ടിംഗ് അവിടെ രാവിലെ 10 മണിക്ക്, 9:45 അവിടെ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ 10:30, ചിലപ്പോൾ 11 മണി, അങ്ങനെ അവർ കോർട്ടിലേക്ക് വിളിക്കും നമ്മൾ അറ്റൻഡ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ അറ്റൻഡൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും 12 പേരെ ജഡ്ജി പിക്ക് ചെയ്ത 12 പേരെ നമ്മളെ അവിടെ കൊണ്ടിരുത്തി. കേസ് ഫസ്റ്റ് ഡേ അവർ പറഞ്ഞിട്ടുള്ളൂ, കേസ് ഇന്നതാന്ന് മാത്രം പറയുള്ളൂ. അന്ന് കേസ് ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടായില്ല. അന്ന് 11 മണിയായപ്പോൾ വിട്ടു. അറ്റൻഡൻസ് എല്ലാം കഴിഞ്ഞ് കേസ് സ്റ്റീലിംഗ് ആന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് ആയിട്ട് ടുമാറോ ആനുവേഴ്സ് വിൽ സ്റ്റാർട്ട് ദ കേസ്. അങ്ങനെ കേസിന് പോയി. കേസ് പിറ്റേ ദിവസം വെൻസ്ഡേ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ 12 പേര് രാവിലെ 9:45 റിപ്പോർട്ട് ചെയ്യണം. ശരിക്കും നിങ്ങളെ പോലെ ലെറ്റർ കിട്ടി എത്ര പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു? ആദ്യത്തെ ദിവസം 35-30 പീപ്പിൾ ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരിൽ നിന്നാണ് 12 പേരെ ചൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന ഈ കേസിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ഡേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡേറ്റ് ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12-ാം തീയതി അങ്ങനെ ഡേറ്റ് പല ഡിഫറെന്റ് ഡേറ്റിലുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളും വേറെ ദിവസത്തിലേക്ക് അവരെ ഈ 12-ാം തീയതി ഉള്ളവരെ മാത്രം ജഡ്ജി പിക്ക് ചെയ്തിട്ട് അവരെ മാത്രം അന്ന് ഓത്ത് ചെയ്യിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് 12 പേര് അടുത്ത റൂമിലേക്ക് കേസ് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കേസ് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ 9:45 പോകും, 10 മണി 10:30 സ്റ്റാർട്ട് ചെയ്യും. ഈ 12 പേരും അവിടെ പോയിരിക്കും. ജഡ്ജി ഉണ്ടാവും, വക്കീലുണ്ടാവും. ഈ കേസുള്ള വക്കീല് കോടതി മുറിയിൽ. അപ്പൊ കോടതി മുറിയിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഫസ്റ്റ് ഹിയറിംഗിൽ പറഞ്ഞ നമുക്ക് ഇതാണ് പറഞ്ഞത്, ലിസണിങ് ആണെന്ന് പറഞ്ഞു. സ്റ്റീലിംഗ്. അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലാണ് കേസിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയത്. അപ്പം അന്ന് 11 മണിക്ക് ഞങ്ങളെല്ലാവരും വിട്ടു. ടുമാറോ ആണ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഡേയിൽ എല്ലാവരും 12 പേര് അവിടെ പോയിരുന്നു. എല്ലാവരും അറ്റൻഡൻസ് വിളിച്ച് 12 പേരും ഉണ്ടായിരുന്നു. അറ്റൻഡൻസ് കഴിഞ്ഞ് കേസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ വിക്ടിം അവിടെ കുറ്റവാളി അവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടാണ് കേസ്. ജഡ്ജിയുണ്ട്, വക്കീലുണ്ട്, കുറ്റവാളിയുടെ ഭാഗം വക്കീല്, മറ്റവരുടെ വക്കീല്, 2 വക്കീലുമാർ, പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലുമാരുണ്ട്.
പിന്നെ ഈ വിക്ടിം ക്രിമിനൽ കേസിലെ പോലീസ് ഗാർഡുണ്ട്. കേസ് സ്റ്റാർട്ട് ചെയ്തു. ഇവർ കുറ്റവാളി പിടിച്ച പോലീസ് കേസെല്ലാം ഇന്ന ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു. പിന്നെ അതെല്ലാം ഡീറ്റെയിൽസ് ഇന്ന സമയത്ത് കാണുന്നു, ഇന്ന വീട് നമ്പർ. ഇപ്പോൾ സ്റ്റീലിംഗ് ആയതുകൊണ്ട് അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ കാണിക്കും. 3-4 ഡേയ്സ് വക്കീലുമാരുടെ വാദമായിരുന്നു. 3 ഡേയ്സ് വക്കീലുമാരുടെ വാദമായിരുന്നു. കുറ്റവാളി ഇപ്പം ഈ ക്രിമിനൽ കേസിൽ പോലീസ് പിടിച്ചവർ കറക്റ്റായിട്ട് അവർ വിറ്റ്നസ് എടുത്തില്ല. അപ്പം അതിനെപ്പറ്റിയൊക്കെ വക്കീൽ അവരെ ക്രോസ് വിസ്താരം ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നു. വക്കീൽ ജഡ്ജിയുണ്ട്, എല്ലാവരും ഇരിക്കുന്നു. 3 ദിവസം നീണ്ടുന്ന ആദ്യത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ ദിവസം ഇങ്ങനെ വിസ്താരം കണ്ടിന്യൂസ് പോവായിരുന്നു. നമ്മൾ കേട്ടു. സെക്കൻഡ് ഡേയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. രാവിലെ 1 അവർ നമ്മൾ കേട്ടിരിക്കും കേസ്. പിന്നെ 1 അവർ വേണമെങ്കിൽ ഹാഫ് അവർ നമുക്ക് ബ്രേക്ക് ഉണ്ട്. രാവിലെ ബ്രേക്ക് ഹാഫിലോണാകുമ്പോൾ നമുക്ക് ടീ ബ്രേക്ക് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 12:30 ആകുമ്പം ബ്രേക്ക് ഉണ്ട്. 1 അവർ ബ്രേക്ക് ഉണ്ട്. പോയി നമുക്ക് മീൽസ് എല്ലാം അവർ മേടിച്ചു തരും. ലഞ്ച് 2 ഗാർഡ് നമ്മുടെ കൂടെ വരും. 2 ഗാർഡ് നമ്മുടെ അല്ല, നമ്മൾ പുറത്ത് ഹോട്ടലിലാണ്, റെസ്റ്റോറൻറ്റിലാണ് പോണത്. അപ്പം നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് 2 ഗാർഡ് വരും. ഗാർഡ് നമുക്ക് റിസർവ്ഡ് ആണ്, സീറ്റ് റിസർവ്ഡ് ആണ്. അവിടെ പോയി ഭക്ഷണം കഴിച്ച് വരുന്നവരെ അവർ ഹോട്ടലിൽ കൊണ്ടുവരുന്നവരെ നമുക്ക് സെക്യൂരിറ്റി തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ ദിവസവും കേസ് കഴിയുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. അല്ല, 12 പേർക്ക് ഒരുമിച്ചാണ്. സീറ്റ് റിസർവ്ഡ് ആണ് അവിടെ റെസ്റ്റോറൻറ്റിൽ ഈ കേസ് കഴിയുന്നവരെ. അപ്പൊ ജഡ്ജി പറയും ഇന്ന ദിവസം കേസ് തീരും. അപ്പൊ 5 ഡേയ്സ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ 7 ഡേയ്സിലാണ്. 7 ഡേയ്സ് ആയി കഴിഞ്ഞപ്പം. മൺഡേ ഉണ്ടായിരുന്നില്ല, നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് കഴിഞ്ഞത്. അപ്പം 7 ഡേയ്സ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കേസിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പുറത്തുവിടാനായിട്ട് ഞങ്ങൾക്ക് അനുവാദമില്ല. പബ്ലിക് ആയിട്ട് പറയാൻ നമുക്ക് അലൗഡ് അല്ല. ഇതിന്റെ ശരിക്കും എലിജിബിലിറ്റി എന്താണ്? അതായത് ഒരു ജൂറി സർവീസിലേക്ക് ഒരു വ്യക്തിനെ എടുക്കണമെങ്കിൽ എന്താണ് അതിന്റെ എലിജിബിലിറ്റി? എന്താണ്? നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ലീഗൽ കുറ്റവാളി ആയവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ലീഗൽ വശങ്ങൾ നമുക്ക് കുറച്ചറിയാൻ പറ്റും. ഇതിന് പോകുന്ന കുറച്ചൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 18 വയസ്സിന് മുകളിലും 65 65 ഇടയ്ക്കുള്ള വ്യക്തികളെയാണ് ഇതിന് വിളിക്കുന്നത്. പിന്നെ എവറി 5 ഇയേഴ്സ് ആണ്. എവറി 5 ഇയേഴ്സ്, ഇനി 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പേരും ഉണ്ടാകും. അപ്പൊ അതിനകത്ത് അവർ റാൻഡം പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ എടുക്കുന്നത്. അതെ അതെ. പിന്നെ എന്താണ്, പിന്നെ എങ്ങനെയായിരുന്നു ഇത്? പിന്നെ ഒരു മെയിൻ ഒരു പ്രശ്നമാണ് ഇതിന് പോയി കഴിഞ്ഞാൽ, അതിപ്പോ നമ്മുടെ ജോലിയെല്ലാം ഇപ്പൊ എത്ര ദിവസം പോയെന്നാണ് പറഞ്ഞത്? 7 ദിവസം പോയി. 7 ദിവസം പോയി. അപ്പൊ 7 ദിവസം നമുക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 7 ദിവസം എനിക്ക് ശരിക്കും പറയാൻ എന്റെ എംപ്ലോയർ അഡ്ജസ്റ്റ് ചെയ്ത് 2 ദിവസം തന്നു. 2 ദിവസം എനിക്ക് ഓഫ് ഷോർട്ടായിരുന്നു, സ്റ്റാഫ് ഷോർട്ടേജ് ആയിരുന്നു. പക്ഷെ 2 ഡേയ്സ് ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. ഒരു ദിവസം ഞാൻ 8 to 12 ചെയ്തിട്ടാണ് രാവിലെ പോയത്. 8 to 12 ചെയ്ത് രാവിലെ 9:45 ഡ്യൂട്ടിക്ക് പോയി. പിന്നെ രാവിലെ വരവും ബുദ്ധിമുട്ടാണ്. എന്നാൽ പോയി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കത് പോകാണ്ടിരിക്കാൻ പറ്റിയില്ല. പോകണം. കാരണം പോയില്ലെങ്കിൽ ഗാർഡ് നമ്മളെ എവിടെ ഫോൺ വിളിക്കും. 9:45 റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഗാർഡ് നമ്മളെ ഒന്ന് കൊണ്ടുപോകും എവിടെയാണെങ്കിലും. ഇപ്പൊ പൊതുവെയുള്ള ഒരു സംശയമാണ് ഇത്, നമുക്ക് ഈ ജൂറി സർവീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് കിട്ടുമെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റ് തരണം നമുക്ക്. നമ്മൾ ശരിക്കും ആസ് യൂഷ്വൽ ഡ്യൂട്ടിയാണ്. പക്ഷെ ഞാൻ ചെയ്തു കൊടുത്ത് എനിക്ക് ഓഫ് തന്നതുകൊണ്ട് പിന്നെ അവര് പേ ചെയ്തില്ല. എംപ്ലോയറുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഈ ഗവൺമെന്റ് അതായത് ജൂറി സർവീസിൽ അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും പേയ്മെന്റ് കിട്ടിയായിരുന്നു? എനിക്ക് കിട്ടിയില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ല. അത് കിട്ടേണ്ടതാണ്. ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതിന്റെ. അത് സാധാരണ ഡ്യൂട്ടിയാണ് ചെയ്യുന്ന, ഒരു ദിവസം ചെയ്യുന്ന യൂഷ്വൽ ഡ്യൂട്ടിയാണ്. ഇതും ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പൊ ഡേ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്ക് പിന്നെ നൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ആസ് യൂഷ്വൽ ഡ്യൂട്ടിയാണ്. ഷുഡ് പേ. അതിപ്പോ നിയമവശം വെച്ച് നോക്കുവാണെങ്കിൽ എംപ്ലോയർ ആണ്, ഇപ്പൊ എത്ര ദിവസം പോയ എംപ്ലോയർ ആണ് ആ പേയ്മെന്റ് തരണമെന്നാണ് നിയമവശം. അല്ലാതെ കോടതിയിൽ നിന്നും അങ്ങനെ കിട്ടില്ല. എംപ്ലോയർ ആണ് പേ ചെയ്യുന്നത്. ഓഫ് തരണം നമുക്കത് വിത്ത് പേ
ഓഫ് തരണം. അത് ശരി, അത് ശരി. ഇപ്പോൾ ഏത് കോർട്ടിലാണ്? ഇപ്പോൾ പല വിധത്തിലുള്ള കോടതികളുണ്ട്, കുട്ടികളുടെ കോടതി അല്ലെങ്കിൽ അങ്ങനെ പല കോടതികളുണ്ട്, സെൻട്രൽ ക്രിമിനൽ കോർട്ട്. അപ്പോൾ ഏത് കോർട്ടിലായിരുന്നു? എനിക്ക് ഇവിടെ ലിമറിക്ക് സിറ്റി സെന്ററിലുള്ള കോർട്ട് സർക്യൂട്ട് കോർട്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെ ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്. ഞങ്ങളുടെ ഈ കേസ് നടന്നത് സർക്യൂട്ട് കോർട്ടിലാണ്. സർക്യൂട്ട് കോർട്ട് 8 കോടതികളാണ് അയർലൻഡിൽ ഉള്ളത്. അതിനകത്ത് ഒന്ന് ലിമറിക്കിലുള്ള ഇതിനകത്തായിരുന്നു. ഇപ്പോൾ ഈ കോടതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സർക്യൂട്ട് കോർട്ട് ശരിക്കും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അല്ലേ? റിവറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ ഏത് പ്രതികളായാലും മനസ്സൊന്ന് കുളിർക്കാനുള്ള സാധ്യത. നല്ല വ്യൂ ഉണ്ട്, നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ഇതാണ്, വ്യൂ ഉണ്ട്, റിവറും. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ബിനുവിലേക്ക് പോവുകയാണ്. ബിനു, എങ്ങനെയായിരുന്നു ബിനുവിന്റെ അനുഭവം? എങ്ങനെയാണ് ലെറ്റർ കിട്ടിയത് മുതൽ അവിടെ ചെന്ന് കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അതിനുശേഷം എങ്ങനെയായിരുന്നു ഒന്ന് ചുരുക്കി ഒന്ന് വിവരിക്കാമോ? നമസ്കാരം ഫ്രണ്ട്സ്, അങ്കമാലി. നമസ്കാരം മേരി യാക്കോബ്. ആദ്യമേ കേരള ഹൗസിൻ്റെ FM റേഡിയോയിലേക്ക് ഇങ്ങനെയൊരു വിഷയവുമായി സംബന്ധിച്ച് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യം നന്ദി പറയുന്നു. അയർലൻഡിലെ കോടതി വ്യവഹാരത്തിൽ ജൂറി സർവീസ് വളരെ നിർണായകമായ ഒന്നാണ്. എന്താണ് ജൂറിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കോടതിയുടെ മുമ്പിൽ വരുന്ന ഒരു ക്രിമിനൽ കേസ് അത് കുറ്റമറ്റ രീതിയിൽ, സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ വിധി പറയാൻ ജഡ്ജിനെ സഹായിക്കുക എന്നതാണ് ഒരു ജൂറി സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവൻ്റെ കോമൺ സെൻസ് കൊണ്ട് ഇവിടുത്തെ കോടതി വ്യവഹാരത്തിൽ ഇടപെടുകയും ഇവിടുത്തെ കോടതിയിലെ നിയമങ്ങൾ വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുകയും അവൻ്റെ ബുദ്ധിയിലൂടെ ഒരു കോടതിയുടെ അന്തിമ വിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്ന വളരെ സുതാര്യമായ ഒരു കോടതി നിലപാടാണ്, കോടതിയുടെ പ്രവർത്തനമാണ് ഈ ജൂറി സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള ഐറിഷ് സിറ്റിസനായിട്ടുള്ള ആർക്കും ഇങ്ങനെയൊരു കോടതി സർവീസിന്, ജൂറി സർവീസിന് നിങ്ങളെ വിളിക്കാം. ജീവിതത്തിൽ 1 or 2 പ്രാവശ്യം മാത്രം നിങ്ങളെ തേടിയെത്തുന്ന ഒരു അസുലഭ അവസരമാണിത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അവസരം ഏറ്റെടുക്കുകയും പോവുകയും അവസരം കിട്ടിയാൽ ഒരു ജൂറിയായി നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ പ്രവാസിയായ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ആദ്യം ഭയപ്പാടോടുകൂടിയും ചങ്കെടുപ്പോടുകൂടിയാണ് കാര്യങ്ങളെ അറിയാൻ ശ്രമിച്ചത്. എനിക്ക് ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ ബാലചന്ദ്രൻ നാട്ടിലെ ഒരു വക്കീലാണ്, ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ട് നീ ഈ സമൻസ് കാണിക്കുകയും അദ്ദേഹമാണ് ഇങ്ങനൊരു സർവീസ് അയർലൻഡിലുണ്ടെന്നും ഈ സർവീസിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നും ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഇതിനെ എന്താണെന്ന് അറിയാനും എനിക്ക് കൂടുതൽ പഠിച്ച് ആൾക്കാരോട് ഇത് പറയേണ്ടതായി ഒരവസരമുണ്ടാകുകയും അങ്ങനെയാണ് ജൂറി സർവീസ് ഫെബ്രുവരിയിൽ ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്ന ലെറ്ററിൽ 2 ലെറ്ററാണുള്ളത്. ഒന്ന് നമ്മൾ കൈപ്പറ്റി, ഒന്ന് നമ്മുടെ കൺഫർമേഷൻ തിരിച്ച് അയച്ചു കൊടുക്കേണ്ട ലെറ്റർ. ഈ ലെറ്ററും കൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്ന് രാവിലെ ഒരു 500-600 പേരോളം ഇരിക്കുന്നൊരു വലിയ ഹാളിൽ നമ്മളെ ആദ്യം ഈ 600 പേരും അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള അറ്റൻഡൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലെറ്റർ കിട്ടിയിട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകാതിരുന്നാൽ അതിന് 500 യൂറോയോളം ഫൈനുണ്ട്. പിന്നെ ആൾമാറാട്ടവും നടത്താനും പറ്റില്ല. കാരണം എനിക്ക് പകരം ഈ ലെറ്ററും പിടിച്ച് വേറൊരാൾ അവിടെ പോയിരുന്നാൽ അത് പിടിക്കപ്പെട്ടാൽ അതിനും ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഇതൊരു നിർബന്ധമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സർവീസാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സർവീസാണ്. ഗവൺമെൻറ് സർവീസിൽ പങ്കെടുക്കുകയാണിത്.
ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? ഒരാൾക്ക് എഴുത്തും വായനയും അറിഞ്ഞിരിക്കുക, 18 വയസ്സിന് മേളിൽ പ്രായമുണ്ടാകുക, ഇതാണ് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. അതറിയാൻ വയ്യാത്ത, എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത ഒരാളെ ഇതിൽ നിന്ന് ഒഴിവാക്കും. ഒരാൾ മാനസികമായ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കും. ഏതെങ്കിലും കോടതി കേസുകളിൽ ഇതിനു മുമ്പ് ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റാരോപിതനായിരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന, ജീവിതത്തിൽ 1-2 പ്രാവശ്യം കിട്ടാവുന്ന ഒരു വലിയ അവസരമാണിത്. അന്ന് രാവിലെ ഞാൻ കോടതിയിൽ പേര് വിളിച്ചപ്പോൾ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് ആ കോടതിയിൽ ഏറ്റെടുക്കുന്ന കേസുകളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തന്ന്, അതിൽ ഓരോ കേസും പല കോർട്ടിലാണ് നടക്കുന്നത്, ഓരോ കേസിനും 12 അംഗ ഒരു ജൂറി പാനലിനെ തീരുമാനിക്കും. അത് ഈ 600 പേരിൽ റാൻഡമായി തിരഞ്ഞെടുക്കുകയാണ്. ഒരു ബാലറ്റ് ബോക്സിൽ നമ്മുടെ നമ്പറായിരിക്കും. ആ നമ്പർ കറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ 30 പേരെ അവർ തിരഞ്ഞെടുക്കും. ആ 30 പേരിൽ നമ്മൾ ഒരു കോടതിയിലെ റൂമിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പേര് വിളിക്കും. നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ഓത്ത് ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കും. ഓത്ത് ചെയ്യാൻ വേണ്ടി എണീക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ പ്രതിഭാഗത്തിരിക്കുന്ന വക്കീലിനോ പ്രതിക്കോ നമ്മളെ ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ നാം വീണ്ടും പിന്തിരിയും. ഈ ചലഞ്ച് ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ അറിയാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അയാൾക്ക് തോന്നുകയാണ് അപ്പിയറൻസിൽ ഇവൻ ഈ കേസ് ചെയ്താൽ ശരിയാകില്ല എന്ന് തോന്നുന്ന ഒരു അപ്പിയറൻസിലും ഒക്കെ മാത്രമാണ് ഇതിന് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ ചലഞ്ച് ചെയ്താൽ നാം പിന്തിരിയണം. അങ്ങനെ 30 പേരിൽ നിന്ന് 12 പേര് മാത്രം ആണ് വോട്ട് ചെയ്ത് ഈ ജൂറിയാകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ജൂറി ആയിക്കഴിഞ്ഞാൽ ഇത് അടുത്ത കോർട്ടിലേക്കാണ്. കോർട്ട് ഞങ്ങൾ പോയത് കോർട്ട് നമ്പർ 5-ലാണ്. അങ്ങനെ അടുത്ത കോർട്ടിലേക്കാണ് ഇത് പോകുന്നത്. എനിക്ക് ഇത് കിട്ടിയത് ഡബ്ലിനിലെ സെൻട്രൽ ക്രിമിനൽ കോർട്ടിൽ നിന്നാണ്. ഫിനിക്സ് പാർക്കിനടുത്തുള്ള ആ 5 നില വലിയ സമുച്ചയത്തിലാണ് ഞാൻ ഈ ജൂറിയായിട്ട് ചെയ്യാനായിട്ട് പോയ സ്ഥലം. ഞങ്ങൾക്ക് കിട്ടിയ കേസ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസിലാണ് ഞാൻ പോയത്. ആ കേസ് ഞങ്ങൾ ഈ 12 പേരിൽ ഒരാളെ ഞങ്ങളുടെ നേതാവായി, ഞങ്ങളുടെ ജഡ്ജി, നമുക്കിതിനിടയ്ക്ക് നമ്മൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാരിസ്റ്റർ, നമ്മുടെ വക്കീൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോട്ടൊക്കെ എഴുതിയെടുക്കാം. നമുക്കെന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് എഴുതി ക്വസ്റ്റ്യൻസ് പാസ് ചെയ്ത് നമ്മുടെ ലീഡറായിട്ടുള്ള ആൾക്ക് കൊടുക്കുകയും അയാൾ അത് ജഡ്ജിക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഞങ്ങളാരും അങ്ങനെ ചെയ്തൊന്നുമില്ല. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാനോ ചോദിക്കാനോ ഒന്നും തോന്നില്ല. കാരണം അല്പം ചങ്കിടിപ്പും കാര്യങ്ങളോടൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായ എവിഡൻസിൻ്റെ പുറത്താണോ ഈ കാര്യങ്ങൾ അവിടെ 2 വക്കീലുമാരും പറയുന്നത്, ആ എവിഡൻസിൻ്റെ മുകളിലാണോ, കൃത്യമായ എവിഡൻസിൻ്റെ ആയിരിക്കും വിധി പറയുക. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ഈ ഇരിക്കുന്ന ആൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു പഴുത് ആണ് ഞാൻ അവിടെ ആ പ്രോസസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അന്തിമ വിധി എനിക്കറിയില്ല. ഞങ്ങൾ 6 ദിവസത്തോളം 2 ആഴ്ചകളിലായി പോയി ഈ സിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ വിധി പറയാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസമാണ് ഏറ്റെടുത്തത്. അപ്പോൾ അതാണ് എൻ്റെ അനുഭവം. നമ്മൾ ഇങ്ങനൊരു ലെറ്റർ കിട്ടിയാൽ
തീർച്ചയായിട്ടും നമ്മൾ ഈ സർവീസിന് പോയി അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ജൂറിയൊക്കെയായി കേസുകളിലൂടെ കടന്നു പോകണം. ഇത് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു അനുഭവമായി നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള വിനീതമായ അഭ്യർത്ഥന, ഇത്തരം ഒരവസരം കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ വിനിയോഗിക്കണം. ഒരിക്കൽ കൂടി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം. അപ്പോൾ താങ്ക് യു ബിനു ഡാനിയൽ ഞങ്ങളവിടെ പങ്കുവച്ചതിന്. പിന്നെ എത്ര സമയം തുടങ്ങി എത്ര സമയം വരെയാണ് ഈ ദിവസങ്ങളിൽ പോയത്? രാവിലെ 9:45 റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ 4 o'clock, half hour ഒക്കെ ആവും കഴിയുമ്പോൾ. അതെ, ശരി. ഏതെങ്കിലും ട്രാവലിംഗ് അലവൻസ് അങ്ങനെ എന്തെങ്കിലും? ട്രാവലിംഗ് അലവൻസ് നമുക്ക് തരില്ല. നമുക്ക് തരുന്ന എംപ്ലോയർ പേയ്മെന്റ് ഉണ്ട്. അത് ശരി. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വിവരിക്കാനുണ്ടോ? പ്രേക്ഷകരോട് എന്തെങ്കിലും വിവരിക്കാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പേടിക്കേണ്ട, ഞാനും അങ്ങനെയാണ്, പലരും പറഞ്ഞത് എന്നോട് അങ്ങനെയാണ്. നമ്മുടെ കുറ്റവാളി നമ്മളെ കേസ് കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം കുറ്റവാളിയെ പോലീസ്, അവൻ ജയിലിലാണ്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് കുറ്റവാളി. പിന്നെ നമ്മുടെ അടുത്ത് വരാൻ ചാൻസ് ഇല്ല, നമ്മളെ ഫോളോ ചെയ്യുന്ന ചാൻസ് ഇല്ല. നമുക്കുള്ള പൊതുവെയുള്ളൊരു പേടിയാണ്. അതായത് ഇപ്പോൾ ഇവര് നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് താമസിക്കുന്നു, എന്നിട്ട് അവർക്കെതിരെ വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യണം. അതൊരു പേടിയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം അതങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കേസ് കഴിഞ്ഞ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടതാണ്, ഗാർഡയാണ് കുറ്റവാളിനെ കൊണ്ടുവരുന്നത്. രാവിലെ കേസ് കഴിയുമ്പോഴും ഗാർഡ കൊണ്ടുപോകുന്നു. നമ്മുടെ പ്രസൻസിൽ ഇരിക്കുന്നുണ്ട്. ഈ കേസ് തീരുന്നവരെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത്, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പോകണമെന്നാണ്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു വിരളമായിട്ട് കിട്ടുന്ന ചാൻസാണ് അത്. പിന്നെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ചെന്നിരിക്കുന്നത് ഇച്ചിരി ബോറടിയാണ്. അവിടെ ചെന്നിരിക്കുന്നത് നമുക്കൊരു ബോറടിയാണ്. അത് ശരിയാണ്. നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കേട്ടിരുന്ന് നമുക്ക് ഉറക്കം തൂങ്ങും അവിടെ ചെന്ന് കേസ് കേട്ടിരിക്കുമ്പം. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് നല്ലതാണ്. അലേർട്ടായിട്ട് ഇരിക്കണം നമ്മള്. നിയമവശങ്ങളുണ്ടോ? അതായത് ഇന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ജൂറി സർവീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന, നമുക്ക് ഈ 12 പേരിൽ നിന്ന് ഒരാളെ ഗ്രൂപ്പ് ലീഡർ എടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് കേസ് കഴിഞ്ഞ് കഴിയുമ്പം ഒരാളെ ഈ തിരഞ്ഞെടുക്കുന്ന ഈ 12 പേരിൽ നിന്ന് ഒരാളെ ലീഡറായിട്ട് എടുക്കും. ആ ഒരു വ്യക്തി മാത്രമേ ആൻസർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആൻസർ എടുക്കുന്നത് ഒരാളാണ്. 11 പേരൊന്നും പറയുന്നില്ല. കേസെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു റൂമിൽ പോകുന്നു, ഡിസ്കസ് ചെയ്തിട്ട് മജോറിറ്റി അനുസരിച്ചാണ് ഗിൽറ്റി ഓർ ഗിൽറ്റി, നോട്ട് ഗിൽറ്റി. അപ്പോൾ ഭൂരിപക്ഷം മജോറിറ്റി, ഞാൻ പോയ കേസിൽ മജോറിറ്റി ആയിരുന്നു, ഗിൽറ്റി ആയിരുന്നു മജോറിറ്റി. 11 മെമ്പേഴ്സ് ഇതായിരുന്നു മജോറിറ്റി, നോട്ട് ഗിൽറ്റി, സോറി ഗിൽറ്റി 11. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോട്ട് ഗിൽറ്റി. സോ മജോറിറ്റി അനുസരിച്ച് അവന് ഗിൽറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ പബ്ലിക് ആൾക്കാരെ, പൊതുവായിട്ട് സാധാരണക്കാരെ ഇതിനു വേണ്ടി ജൂറി സർവീസിന് വേണ്ടി വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്, പിന്നെ വാദിക്കാനുള്ള വക്കീലുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ക്ലർക്ക് ഉണ്ട്, പിന്നെ ഈ പ്രതിയുടെയും വാദിഭാഗത്തിൻ്റെയും വീട്ടുകാരുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളെ ഈ കോടതിയിൽ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്, ഈ ജൂറി സർവീസിന് വേണ്ടി വിളിക്കുന്നത്? ഞാൻ കേട്ടത് ഇങ്ങനെ, ഇവിടെ അയർലൻഡിൽ അങ്ങനെ ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. ജനങ്ങൾ തന്നെ വിധിക്കുന്ന ഒരു കോടതി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സിസ്റ്റം ഇവർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ജനങ്ങൾ തന്നെ ജനങ്ങളെ വിധിക്കുന്നു. അങ്ങനെ ഒരു ജനങ്ങളുടെ ഒരു ഇതാണ്, ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മ. അവർക്ക് സാധാരണക്കാർക്ക് ഈ ഒരു കേസിൽ കാണുന്ന അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സാധാരണ രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടി, അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ അതിങ്ങനെ ഒരു അയർലൻഡിലൊരു ഉണ്ടായിരുന്നു, പഴയൊരു കൾച്ചറായിരുന്നു. ഇവിടെ ഇങ്ങനെ ജനങ്ങള്
പ്രതിദാനം ചെയ്യുന്നവരാണ് കുറ്റം വിധിക്കുന്നത്. അങ്ങനെ ഒരു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇപ്പോൾ UK അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ പല രാജ്യങ്ങളിലും ഈ ജൂറി സർവീസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യൂറോപ്പിലുള്ളൊരു കസ്റ്റംസ് ഒരു ഇതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ വിധിക്കുന്നു കുറ്റം. പിന്നെ ഫൈനലായിട്ട് ജഡ്ജിയാണ് ഫൈനൽ തീരുമാനം. എന്നാൽ അത് മജോറിറ്റി ആയിരിക്കും ജഡ്ജി കൊടുക്കുന്നത് കുറ്റവാളിക്ക്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കേസ് വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോരുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മജോറിറ്റി എല്ലാം എഴുതി കൊടുത്തു. അവരെല്ലാവരെയും അത് കൊടുത്തു. ഒരാളാണ് ഈ ഗ്രൂപ്പ് ലീഡർ പറയുന്നുള്ളൂ ഡിസിഷൻ എന്താണെന്നുള്ളത്. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഈ കുറ്റവാളിയുടെ വിറ്റ്നസ് എല്ലാം നമ്മളെ കാണിച്ചു തരും. ഇപ്പോൾ സ്റ്റീലിംഗ് ആയതുകൊണ്ട് ഈ കുറ്റവാളി ഉപയോഗിച്ച എല്ലാ ഇരുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ക്രിമിനൽ സെക്ഷനിലുണ്ടായിരുന്ന ഗാർഡ് നമ്മളെ വക്കീലിനെ കാണിക്കും, ജഡ്ജിനെ കാണിക്കും, ഈ ജൂറി ആയിട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ എല്ലാ സാധനവും കാണിച്ചു തരും, വിറ്റ്നസ് ആയിട്ട് പിടിച്ച എല്ലാ സാധനവും. തീർച്ചയായിട്ടും. അതിനുശേഷം ഈ സർവീസ് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഐറിഷുകാരുടെ നിന്നും മലയാളികളുടെ നിന്നും അല്ലെങ്കിൽ മൊത്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം എന്തായിരുന്നു? അല്ല, അഭിപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അവരുടെ ഒരു സജഷൻ എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ഐറിഷ് കമ്മ്യൂണിറ്റിയിൽ കുറേ പേരൊന്നും നല്ല അയ്യോ നീ പോയോ എന്ന് ചോദിച്ചു എല്ലാവരും. കാരണം അവർ തന്നെ പോകുന്നില്ല. അവർ പറയുന്ന അവര് ഇറ്റ്സ് ബോറിങ്, ഞങ്ങളിതുവരെ പോയിട്ടില്ല, ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയതാണ്, ഞങ്ങൾ പോയില്ല. അപ്പോൾ അവർ പറയുന്നത് മിക്കവാറും ക്രിമിനൽ കേസായിരിക്കാം, അതൊക്കെ കൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് അവർ പോകാത്ത. പിന്നെ അവർ മിക്കവരും എൻ്റെ അറിവിൽ ഐറിഷുകാർ മിക്കവരും പോയിട്ടില്ല. എൻ്റെ അറിവിൽ നേഴ്സസിൻ്റെ ഇതിൽ ആരും മിക്കവരും പോയിട്ടില്ല എന്നാണ് കേട്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും എൻകറേജ് ചെയ്ത്. പിന്നെ പണ്ട് കിട്ടിയവരാരും പോയിട്ടില്ല. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോവാം എന്നുള്ളതാണ്. അതിൽ പോകുന്നതിൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല. അതിൽ ഇനി വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ പീരീഡ് ഉണ്ടോ? ഇനി 5 വർഷം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുള്ളൂ. അപ്പൊ ഇനി വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. 5 വർഷം കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ വീണ്ടും ശക്തമായിട്ട് തന്നെ ഇപ്പൊ എന്താണെന്ന കാര്യങ്ങളൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് തിരിച്ച് ഇനി വിളിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോകും. ഇനി വിളിച്ചാൽ പോകും, തീർച്ചയായിട്ടും പോകും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ജൂറി സർവീസ് സ്വീകരിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എനിക്ക് പള്ളിയിൽ നിന്നും പള്ളിയിൽ അച്ഛൻ്റെ എല്ലാം അഭിനന്ദനങ്ങൾ കിട്ടിയായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ പള്ളിയിലെ അച്ഛൻ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാവരും തന്നെ അഭിനന്ദനങ്ങൾ തന്നായിരുന്നു. അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നാണ് ഈ ഇങ്ങനത്തെ ചാൻസുകൾ നമ്മൾ സാധാരണയായിട്ട് പറയുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. വീട്ടിൽ തീരുന്നതിന് മുമ്പ് വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന്? വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ്, 2 പിള്ളേര്. മൂത്ത മകള് ഹസ്ബൻഡിന്റെ പേര് യാക്കോബ്, മോളുടെ പേര് ജിസ്ന ഇപ്പൊ ജൂനിയർ സെറ്റാണ്, എക്സാം നടക്കാണ്. രണ്ടാമത്തെ മകൻ ജെയിംസ്. എവിടെയാണ് നാട്ടിൽ? എൻ്റെ വീട് അങ്കമാലി, കോടിശ്ശേരി എന്ന് പറയും. ഇപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ച് അവരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ ജൂറി സർവീസിൻ്റെ അറ്റൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ചാൻസ് അല്ല, എല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസും അല്ല. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലെറ്റർ പോകാൻ പറ്റില്ല എന്ന് പറയാതെ, എക്സ്ക്യൂസ് പറയാതെ പോകുന്നതാണ് നല്ലത്. നമുക്കൊരു പുതിയൊരു നോളജ് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി മേരി യാക്കോബിനും പിന്നെ ബിനു ഡാനിയലിനും എല്ലാവിധ ആശംസകളും. ജൂറി സർവീസിൽ നിങ്ങൾ ഉൾപ്പെടുമ്പോൾ ഈ രാജ്യത്തെ നിയമവാഴ്ചയിൽ നിങ്ങളും പങ്കാളികളാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.